നന്നായി പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ, അതായത് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, EVS ചോദ്യങ്ങൾ വരുന്ന മോഡല് പരിചയപ്പെടുത്താണ് ടീച്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് എല്ലാ പാഠങ്ങളിൽ നിന്നും എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ മക്കളെ. അപ്പോൾ ടീച്ചർ തുടങ്ങാണ്. ഒന്നാമത്തെ ചോദ്യം വരുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ, അല്ലാതെ കുറേ പാഠം പഠിപ്പിക്കുക എന്നുള്ളതല്ല. അത് നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും, ചെയ്തു തന്നിട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അതന്നെ ടീച്ചർ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, ആദ്യത്തെ ചോദ്യം താഴെ ഒരു ചോദ്യം പറഞ്ഞു തരാൻ പോവാണ്. തന്നിരിക്കുന്നവയിൽ മത്സ്യത്തിന്റെ അനുകൂലനമല്ലാത്തതേത്? ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ മത്സ്യത്തിന്റെ അനുകൂലനമല്ലാത്തതേത്? അപ്പൊ നമുക്ക് അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അനുകൂലനങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ കുട്ടിക്ക് മാത്രമാണ് അനുകൂലനമല്ലാത്തതേത് എന്ന് ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എ ശരീരത്തിന്റെ ആകൃതി, ബി വഴുവഴുപ്പുള്ള ശരീരം, സി ചിറകുകളുണ്ട്, ഡി സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാനുള്ള കഴിവ്. അപ്പോ ഇംഗ്ലീഷിൽ പറയോ? ഓക്കെ. From given below, some adaptations are given below about the fish. From that, find the wrong statement about that. Okay. Body structure. ടീച്ചറെ ഒന്നും കൂടി ഓപ്ഷൻ പറയോ? ടീച്ചറെ ടീച്ചറെ ഞാന് ഈ മലയാളത്തിലുള്ളതാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇംഗ്ലീഷിലുള്ള അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ എന്താന്ന് വെച്ചാൽ കൂടുതലും മലയാളം മീഡിയത്തിലുള്ള കുട്ടികളല്ലേ ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ടീച്ചറെ ഒന്നും കൂടിയും പറയോ? താഴെ തന്നിരിക്കുന്നവയിൽ മത്സ്യത്തിന്റെ അനുകൂലനമല്ലാത്തതേത്? ശരീരത്തിന്റെ ആകൃതി, വഴുവഴുപ്പുള്ള ശരീരം, മൂന്നാമത്തെ ചിറകുകൾ, അതായത് ഫിൻസ്, പിന്നെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാനുള്ള കഴിവ്, ദ എബിലിറ്റി ടു ചേഞ്ച് ഇറ്റ് കളർ. ഇതിലെ കഴിവില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ മെയിൻ ആയിട്ട് നമ്മള് ബോഡി സ്ട്രക്ചറും അതിന്റെ എന്താ പറയാ ഫിൻസ്, അത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്, ഗിൽസ് അല്ലെ, അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ ഉപയോഗിച്ച് അത് ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളത്, ശ്വസിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡി എന്ന ഓപ്ഷനാണ് അതില് പെടാത്തത്, അനുകൂലനമല്ലാത്തത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് മരുഭൂമിയിലെ സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? മരുഭൂമി മക്കളെ ഞാൻ ടീച്ചർ പറയട്ടെ, പറയാൻ അവസരം തരണ്ടേ? തെറാഫൈറ്റ്സ് അഥവാ മരുരൂഹങ്ങൾ എന്ന് പറയുന്നു അല്ലെ. ഇവയ്ക്ക് കുറെ പ്രത്യേകതകൾ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ആ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഈ സസ്യങ്ങൾക്ക് ചെറിയ ഇലകളോ മുള്ളുകളോ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? തണ്ടുകളിൽ മെഴുകു പോലുള്ള ആവരണം ഉണ്ടായിരിക്കും അല്ലെ. വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയാ,
വെള്ളം നഷ്ടപ്പെടുന്നത് തടയാൻ അതായത് വാക്സിൻ കോട്ടിംഗ് ഉള്ളത് കൊണ്ട്, മെഴുക് പോലുള്ള ആവരണം ഉള്ളത് കൊണ്ട് അവയുടെ ജലാംശം വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവയെ സഹായിക്കുന്നുണ്ട്. ജലം നഷ്ടപ്പെടാതിരിക്കാൻ, അവയുടെ പ്ലാന്റിലുള്ള വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ അവയ്ക്ക് സഹായിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ തണ്ടുകൾ നല്ല കട്ടിയുള്ളതായിരിക്കും. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ളതും പച്ച നിറമുള്ളതും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് വേണം ആ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, താഴെ പറയുന്ന അനുകൂലനങ്ങൾ ഏതു ജീവിയുടേതാണ്? താഴെ കുറച്ച് എന്താ പറയുക ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ അനുകൂലനങ്ങൾ വായിച്ചിട്ട് ഏത് ജീവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ച ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, രാത്രി കാലങ്ങളിലാണ് ഇര തേടുന്നത്. അവ നൈറ്റിലാണ് ഫുഡ് എന്താ പറയുക കണ്ടെത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. കവിൾ ഭാഗത്ത് സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കുന്നു. അതിൻ്റെ മൗത്തിന്റെ സൈഡിൽ, രണ്ട് സൈഡിലും എന്താ പറയുക ഒരു കവർ പോലത്തെ സംഭവമുണ്ട്. അതിലാണ് അവ കളക്ട് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവ വിസർജിക്കുന്നതിലൂടെ ഉള്ള ജലനഷ്ടം, അവ പുറന്തള്ളുന്ന വേസ്റ്റിലൂടെ അതിൻ്റെ ജലനഷ്ടം കുറവായിരിക്കും. ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് അതായത് ഗ്രൗണ്ടിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഹോൾ ഉണ്ടാക്കിയിട്ടാണ് അത് ലിവ് ചെയ്യുന്നത്. ഇതൊക്കെ അവയുടെ ശരീരം എങ്ങനെയായിരിക്കും? ഭയങ്കര വലുതാണോ? അല്ല അല്ലെ, ചെറിയ ശരീരമാണ് കങ്കാരു എലികൾക്ക് ഉള്ളത് അല്ലെ? ഓക്കെ. ഇനി താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത ആവാസ വ്യവസ്ഥ. അപ്പൊ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂട്ടത്തിൽ എന്താ പറയുക ശരിയേത് തെറ്റേത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതൊന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത ആവാസ വ്യവസ്ഥ ഏതാണ്? വനം, പുൽമേട്, കാവ്, ധ്രുവപ്രദേശം. ഏതായിരിക്കും? ഇതൊരു കൺഫ്യൂഷൻ ഉത്തരം പറഞ്ഞ വനം. അപ്പൊ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം വനം, പുൽമേട്, കാവ്, ധ്രുവപ്രദേശം. അപ്പൊ വനം, പുൽമേട്, കാവ് ഇതൊക്കെ എന്താണ്? നമുക്ക് ഒരുവിധം ജീവജാലങ്ങൾക്കൊക്കെ വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആവാസ വ്യവസ്ഥ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ധ്രുവപ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന ജീവികളെ നമുക്കറിയാം അല്ലേ? ഏതൊക്കെ ജീവികളാ അറിയാ നിങ്ങൾക്ക്? ഹിമക്കരടി. ശരി. അപ്പൊ തണുപ്പുള്ള പ്രദേശമാണ് ധ്രുവപ്രദേശം. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ധ്രുവപ്രദേശമാണ് നമുക്ക് മനസ്സിലായി. ഇനി പ്രകൃതി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. പ്രകൃതി ദുരന്തങ്ങൾക്ക് ടീച്ചർ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക എന്ന് മാത്രമാണ്. ഇപ്പൊ പഠിച്ചൊക്കെ ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ കുറേ നേരം മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകാത്ത മനുഷ്യന്റെ ഇടപെടലുകൾക്ക് ഉദാഹരണം ഏത്? പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകാത്ത മനുഷ്യന്റെ ഇടപെടലുകൾക്ക് ഉദാഹരണം ഏത്? ഓക്കെ. ഒന്നാമത്തെ കുന്നിടിക്കൽ, രണ്ടാമത്തെ കീടനാശിനികളുടെ അമിത ഉപയോഗം, മൂന്നാമത്തെ മണൽ വാരൽ, നാലാമത്തെ വനനശീകരണം. അപ്പൊ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാം.
വെരി ഗുഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് ഏതൊക്കെയാ നമുക്കറിയാം. കുന്നിടിക്കല്, മണൽ വാരല്, വനനശീകരണമൊക്കെ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാണെന്ന് നമുക്കറിയാം. അപ്പൊ കാരണമല്ലാത്തത് ഏതായിരിക്കും? കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. ഓക്കെ. അടുത്തത് ദേശീയ പതാക നമുക്കറിയാം. രൂപകൽപ്പന ചെയ്തത് ആരാന്ന് നമുക്കറിയാം അല്ലെ? ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാണ് പിംഗലി വെങ്കയ്യന്റെ അനുവാദം. നാഷണൽ ഫ്ലാഗ് ശരി. നാഷണൽ ഫ്ലാഗിന്റെ റേഷ്യോ എത്രയാണെന്നറിയോ? റേഷ്യോ എത്രയാണെന്നറിയോ? 3:2 ആണ്. 3:2 ആണ്. ട്രൈകളർ ഫ്ലാഗ് നിൽക്കും. മൈക്കോഫിയോ 3:2 ആണ് റേഷ്യോ വരുന്നത്. അതായത് അനുപാതം 3:2 ആണ്. പിംഗലി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തത്. 3 നിറങ്ങളാണ്. കുങ്കുമ നിറം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണ്. മധ്യഭാഗത്ത് 24 അരക്കാലുകളുള്ള എന്താണ്? അശോക ചക്രം. അശോക ചക്രം ഉണ്ട് അല്ലേ? അപ്പൊ ശരി ശരി മതി. ഇനി പറയരുത്. രണ്ടാളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് ദേശീയ പതാകയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഓർമ്മ വന്നു. ഇനി അടുത്തത് ആവാസ വ്യവസ്ഥ എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് നിങ്ങൾക്കറിയില്ലേ? എന്താണ് ആവാസ വ്യവസ്ഥ എന്നറിയാം? ആവാസ വ്യവസ്ഥ എന്താണെന്നറിയില്ലേ? എന്താണ്? ഓരോ ജീവിക്കും അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാനുള്ള ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ? അവ ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് അതിന്റെ ശരീരത്തിന്റെ ഇതിനനുസരിച്ചിട്ട് ജീവിക്കുന്ന എന്താ പറയാ പ്രത്യേകതകൾക്കാണ് ആ സ്ഥലത്തിനാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ? ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളൊക്കെ അറിയില്ലേ? മെസ്സേജ് ചെയ്താ മതി. കാണാം. മെസ്സേജ് ചെയ്താ ടീച്ചർക്ക് കാണാം കേട്ടോ. മെസ്സേജ് ചെയ്താ മതി. അപ്പോ അതിൽ തന്നെ നമുക്കറിയാം ആവാസ വ്യവസ്ഥയില് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. എന്താ പറയാ, സാധാരണ രീതിയിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന വിഭവങ്ങളുണ്ട് അല്ലെ? മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാണ് ഉദാഹരണങ്ങള്? അക്വേറിയം ഉണ്ട്. കുളം. കുളങ്ങള് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണ് കേട്ടോ. കൃഷിയിടങ്ങള്, അണക്കെട്ടുകള് അല്ലെ? കൃഷിയിടങ്ങൾ, അണക്കെട്ടുകൾ, തോട്ടങ്ങള്, പൂന്തോട്ടങ്ങള് അല്ലെ? അങ്ങനത്തെ ഉള്ള കൃഷിയിടങ്ങൾ അല്ലെ? നമ്മൾ നിർമ്മിക്കുന്ന, മനുഷ്യരായിട്ട് നിർമ്മിക്കുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വസിക്കാൻ സാധിക്കുന്ന സ്ഥലത്തിനെയാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അതേപോലെ ആ ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. ആവാസ വ്യവസ്ഥ എന്നുള്ളത് അത് നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. അതിന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയുക ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. മാലിന്യ സംസ്കരണം കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, അത് ഒരു പരിധി വരെ നമ്മൾ കുറയ്ക്കണം. അതേപോലെ പ്രകൃതിയെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ? അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത്
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പട്ടിക പൂർത്തിയാക്കൽ. ചേരുംപടി ചേർക്കൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് പ്രയാസമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ 3 കോളങ്ങളായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് 3ലും ചേരുംപടി ചേർക്കുക എന്നുള്ളത് വരാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ കുറച്ച് സമരങ്ങൾ ടീച്ചർ പറയാം. അപ്പോൾ ആ സമരങ്ങളുടെ വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്യങ്ങളും പറയാം. ഓക്കെ. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം മുഴുവൻ നിങ്ങൾ കേക്കൂ മക്കളെ, കേക്കൂ. എനിക്കറിയാം നിങ്ങൾക്ക് അറിയാന്ന്. ചോദ്യം മുഴുവൻ കേട്ടതിന് ശേഷം ഉത്തരം പറയൂ. ടീച്ചർ പട്ടിക പൂർത്തിയാക്കിയിട്ടില്ല. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് നിസ്സഹകരണ സമരം, അതായത് സോൾ സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ചമ്പാരൻ സത്യാഗ്രഹ, ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ്, നിസ്സഹകരണ സമരം, നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഓക്കെ. അപ്പോ നമ്മള് അടുത്തത് ഇയേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിസ്സഹകരണ സമരം, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. സോൾ ഏതാണ്? ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് സംഭവം, നിസ്സഹകരണ സമരം. ഇതുമായി ബന്ധപ്പെട്ട ഇയർ ആയിരിക്കും അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ സമരങ്ങളുടെ എല്ലാം വർഷങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമാണ്? 1930. സത്യാഗ്രഹം 1932. ഇന്ത്യ സമരം 1942, അതായത് 1942. ചമ്പാരൻ സത്യാഗ്രഹ 1917. ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് 1919. നിസ്സഹകരണ സമരം, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920. ഓക്കെ. അപ്പോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്ലോഗൻസോ അല്ലെങ്കിൽ അത് നടന്ന സ്ഥലമോ ഏതാ പറയേണ്ടത്? പറയൂ. പറയാൻ പറ്റുമോ? ടീച്ചർ ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഇപ്പൊ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവും. അതൊന്നും കൂടി ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. അപ്പോ അടുത്ത കോളത്തില് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ലോഗൻസ് ഉണ്ടായിരിക്കും. സ്ലോഗൻസ്. അപ്പൊ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക, ഡു ഓർ ഡൈ, ഏതുമായിട്ട് ബന്ധപ്പെട്ട സ്ലോഗനാണ്? നെക്സ്റ്റ് അമൃത്സർ എന്നുള്ള ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അമൃത്സർ ഏത് സംസ്ഥാന? അമൃത്സർ ക്വിറ്റ് ഇന്ത്യ ആണോ നടന്നത്? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം. ഒരാള് പറഞ്ഞു ജാലിയൻ വാലാബാഗ് കേട്ടാ. അപ്പൊ നോക്കൂ, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ്. ഓക്കെ. നിസ്സഹകരണ. ഓക്കെ. ദണ്ഡി യാത്ര, ദണ്ഡി മാർച്ച്. ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർത്തപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല.
ഉപ്പ് വിട്ടു കൊടുക്കില്ല. വെരി ഗുഡ്. അപ്പൊ നോക്കൂ, ഇനി അടുത്തത്. ഓക്കെ, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നന്നായി ശ്രദ്ധിച്ച് നിങ്ങൾ അറിയുന്നത് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്തത് ചെയ്യാം കേട്ടോ. അറിയുന്നത് ആദ്യം ചെയ്തു വെക്കുക, അപ്പൊ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്താ? നെഹ്റുവിന്റെ ആത്മകഥ. സ്വതന്ത്രത്തിലേക്ക് ആത്മകഥ, എന്റെ ആത്മകഥ അല്ലെങ്കിൽ ആൻ ഓട്ടോബയോഗ്രഫി. ആൻ ഓട്ടോബയോഗ്രഫി എന്നാണ് നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര്. ഓട്ടോബയോഗ്രഫി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷമാണ്? ടീച്ചർ ഒന്നും കേൾക്കുന്നില്ല. ഇനി കേൾക്കൂ. ഇപ്പൊ ആരും മിണ്ടുന്നില്ല, അപ്പൊ കേൾക്കൂ കേട്ടോ. താഴെ പറയുന്നതിലെ ഏത് സംസ്ഥാനമാണ് എന്ന് തിരിച്ചറിയാം. താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഏത് സംസ്ഥാനമാണെന്ന് തിരിച്ചറിയണം. ഓക്കെ, തലസ്ഥാനം മുംബൈ. തമാശ എന്ന കലാരൂപം ഈ സംസ്ഥാനത്താണ്. മറാത്തി ഇവിടുത്തെ ഭാഷയാണ്. ഇനി അടുത്ത നോക്കി നോക്കൂ. അടുത്ത ചോദ്യം ഇത് ഇപ്പൊ നമ്മള് ഒറ്റ ഓപ്ഷൻസ് ഉള്ളതാണ്. ഇനി കുറച്ച് പ്രസ്താവനകള് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് കണ്ടെത്തിയിട്ട് താഴെ വേറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് നമുക്ക് ഇപ്രാവശ്യം എക്സാമിനുള്ള പറയൂ. ഒന്നും കേൾക്കുന്നില്ല. കേൾക്കും. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താ കേൾക്കും. ഇത് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് ടീച്ചർ പറയുന്നത് തന്നെ ടീച്ചർക്ക് കേൾക്കുകയാണ്. കുഞ്ഞു മക്കള് നല്ല കുട്ടികളല്ലേ, ഒന്ന് മൈക്ക് ഓഫ് ചെയ്യൂ. അമ്മമാര് കൂടെ ഉണ്ടാവും, അമ്മമാരൊന്ന് ഹെൽപ്പ് ചെയ്യണം കുട്ടികൾക്ക്. പെട്ടെന്ന് പാവങ്ങള് മൈക്ക് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? അതെ, നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യുമ്പോ നിങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ടീച്ചർ പറയുന്നത് കേൾക്കില്ല. അപ്പോ നിങ്ങൾ മൈക്ക് ഇടയ്ക്ക് ഓൺ ചെയ്യണ്ട. ടീച്ചർക്ക് അറിയാം നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാന്ന് കേട്ടോ. സമയം വേസ്റ്റ് ചെയ്യാനില്ല. ടീച്ചർ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്നും മാർഗം കളി കളിക്കുന്നു. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക, മറുപടി പറയാറായിട്ടില്ല കേട്ടോ. കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്നും മാർഗം കളി കളിക്കുന്നു. മാർഗം കളിക്ക് ക്രിസ്തു മത ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നു. പുരുഷന്മാരുടെ വട്ടപ്പാട്ടിനെ ആണൊപ്പന എന്നു അറിയപ്പെടുന്നു. 3 ABC ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഉത്തരം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് മാർക്ക് ഓൺ ഏതാ ശരിയായ ഓപ്ഷൻ. മൈക്ക് ഓൺ ചെയ്യല്ലേ മക്കളെ. താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ആദ്യത്തത് AB ശരിയാണ്. അടുത്തത് BC ശരിയാണ്. അടുത്ത ഓപ്ഷൻ AC ശരിയാണ്. അടുത്ത ഓപ്ഷൻ ABC ശരിയാണ്.
അപ്പോ ഇതിൽ ഏതാണ് 3 നമുക്ക് കൊടുത്തിരിക്കുന്നത് സെന്റൻസുകൾ. അപ്പൊ അതിൽ ഏതൊക്കെ ശരിയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷമാണ് അടിയിലെ ഓപ്ഷൻസിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ടീച്ചർ ഒന്നും കൂടി വായിക്കുകയാണ്. കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് മാർഗം കളി കളിക്കുന്നു. മാർഗം കളിക്ക് ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നു. പുരുഷന്മാരുടെ വട്ടപ്പാട്ടിനെ ആണൊപ്പന എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാം, ഒന്നാമത്തെ ഓപ്ഷനിൽ കേരളീയ വേഷം ധരിച്ചിട്ട് നമ്മൾ ഏത് കലാരൂപമാണ് കളിക്കുക എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അത് മാർഗംകളിയാണ്, തിരുവാതിരക്കളിയാണ്. അപ്പൊ മാർഗംകളിയല്ല. അപ്പൊ അത് തെറ്റായ ഓപ്ഷൻ ആണ്, നമുക്ക് മനസ്സിലായി. പിന്നെ മാർഗംകളി ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത്. അപ്പൊ അത് ശരിയായ ഓപ്ഷനാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ വട്ടപ്പാട്ടിനെ ആണൊപ്പന എന്നാണ് പറയുന്നത്. അപ്പൊ ബിയും സിയും ശരിയായ ഓപ്ഷനാണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനായ ബി, സി എന്നിവ ശരിയാണ്. അതല്ലേ ഉത്തരം വരിക. അടുത്തത്, വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ജില്ലകളെ ക്രമീകരിക്കുക. വടക്ക് നിന്ന് തെക്കോട്ട്, വടക്ക് അപ്പൊ നമ്മള് നോയോ ലാൻഡ്, എന്താ പറയാ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ. അത് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്. കേരളത്തിന്റെ മാപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതില് നമ്മൾ ജില്ലകൾ പഠിച്ചിട്ടുള്ളതാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം നിന്ന് കാസർഗോഡ് വരെയും പഠിച്ചവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെ പഠിച്ചാലും വടക്ക് നിന്ന് തെക്കോട്ട്, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോ ആ ക്രമത്തിലെ ജില്ലകളെ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ്, തൃശ്ശൂർ. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ്. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളെ. ഇത് ഇപ്പൊ ഇരുന്നിട്ട് ആകെ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിക്ട്സ് അല്ലെങ്കിൽ ജില്ലകൾ പഠിച്ച കുട്ടിക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അടുത്ത ഓപ്ഷൻ കാസർഗോഡ്, കൊല്ലം, തൃശ്ശൂർ, തിരുവനന്തപുരം. ടീച്ചർ കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ, കംപ്ലീറ്റ് ചെയ്യട്ടെ. തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, കാസർഗോഡ്. കാസർഗോഡ്, തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വരുമ്പോൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് കടന്നു പോവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാസർഗോഡ്, തൃശ്ശൂര്, കൊല്ലം, തിരുവനന്തപുരം. വെരി ഗുഡ്, തിരുവനന്തപുരം. അപ്പൊ എന്താണ് ഓപ്ഷനില്? നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള കാസർഗോഡ്, തൃശ്ശൂർ, കൊല്ലം. ടീച്ചർ അനുജ ടീച്ചറെ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് കുട്ടികളുടെ ഇതിങ്ങനെ മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വർത്തമാനം പറയണോണ്ടാണ് കേൾക്കാത്തതേ. അല്ല, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് അല്ല, നല്ലോണം ക്ലിയർ ആണ്. അവര് മിണ്ടാതിരുന്നാ മതി, അത്രേ ഉള്ളൂ. പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ. ടീച്ചർ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. 4-5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട് മക്കളെ, നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള ലെസൺസില്. അപ്പോ ഇപ്പൊ രണ്ടാമത്തെ എത്തിയിട്ടേ ഉള്ളൂ. 7:30 ആവാറായി. നമുക്കിനി ഇതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നിങ്ങൾ ഇതുവരെയുള്ളതൊക്കെ റിവിഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ വരും. വീഡിയോ ഒന്നും ഓൺ ചെയ്യണ്ട, വെറുതെ നെറ്റ് കളയണ്ട. മക്കൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ കാസർഗോഡ്, തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം, ഇതാണ് ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ളത് വരിക. അടുത്തത്, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത്? അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോ മുകളിലുള്ള പ്രസ്താവനകൾ നോക്കിയിട്ട് താഴെയുള്ള ഓപ്ഷൻസിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തണം. അപ്പൊ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്.
അപ്പൊ ഏതായിരിക്കും നമുക്കറിയണം. ഏതാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, മതി മതി. ഓക്കെ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഈ വർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ അതല്ല ക്വസ്റ്റ്യൻ. കുഞ്ഞുമക്കളെ, അതല്ല ക്വസ്റ്റ്യൻ അതല്ല, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ക്വസ്റ്റ്യൻ മുഴുവൻ പറയട്ടെ ടീച്ചർ. ഈ വർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ ജീവി ഏത്? ഇനി താഴെ കുറച്ച് ഓപ്ഷൻസ്. ആരും വിളിച്ചു പറയല്ലേ, പറയുന്നത് മുഴുവൻ കേൾക്കൂ. കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഈ വർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ ജീവി ഏത്? ഇപ്പൊ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ സസ്തനികൾ, തവള. രണ്ടാമത്തെ ഓപ്ഷൻ ഉഭയജീവി, തവള. മൂന്നാമത്തെ ഓപ്ഷൻ ഉരകം, നീർക്കോലി. നാലാമത്തെ ഓപ്ഷൻ ഉഭയജീവി, സലമാൻഡർ. അപ്പോൾ നമുക്ക് കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന, അതായത് വാട്ടറിലും ലാൻഡിലുമായി ലൈഫ് സൈക്കിൾ നടക്കുന്ന ജീവികൾക്ക് ജീവികൾക്ക് പറയുന്നത് ഉഭയജീവികൾ അഥവാ ആംഫിബിയൻസ് എന്ന് പറയും. അതിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? സലമാൻഡർ ആണ് അല്ലെ? അപ്പൊ അതാണ് ഓപ്ഷൻ എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകള് താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് ശരിയായത് ഏതാന്ന് കണ്ടെത്തണം. ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തിയിട്ട് ഓപ്ഷൻസിൽ ഉത്തരം കണ്ടെത്തണം. ഏതാണ് സംസ്ഥാനം എന്ന് കൊടുത്തിട്ടില്ല, പക്ഷേ ഏറ്റവും വലിയ സംസ്ഥാനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. എ ഓപ്ഷൻ എ പ്രസ്താവന ഏതാന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏക മരുഭൂമി ഈ സംസ്ഥാനത്താണുള്ളത്. ബി രജപുത്താന എന്നതാണ് പഴയ പേര്. സി ചണ്ഡീഗഡ് ആണ് തലസ്ഥാനം. അപ്പൊ ഇതില് കുറച്ച് പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകളും ഉണ്ട്, തെറ്റായ പ്രസ്താവനകളും ഉണ്ട്. അപ്പൊ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് പറയണം. താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒന്നാമത്തത് എ, ബി, സി ശരിയാണ്. ബി, സി ശരി. അടുത്തത് എ, ബി ശരി. നെക്സ്റ്റ് എ, സി ശരി. ഗുജറാത്ത് എയും ബിയും. ഹരിയാന ഗുജറാത്ത്. രാജസ്ഥാൻ. ലാർജസ്റ്റ് ഏതാണ്? ഏതാണ് ലാർജസ്റ്റ് സ്റ്റേറ്റ്? ഏതാണ്? അതെ. അപ്പോ ഇവിടുത്തെ മരുഭൂമി ഏതാ? താർ മരുഭൂമി. വെരി ഗുഡ്. താർ മരുഭൂമിയാണ് അല്ലെ? ചണ്ഡീഗഡ് ഏത് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനാണ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. രാജസ്ഥാൻ, പഞ്ചാബും ഹരിയാനയും. പഞ്ചാബും രജപുത്താന എന്ന് പറയുന്നത് രാജസ്ഥാന്റെ പഴയ പേരായിരുന്നു. അപ്പോ എയും ബിയുമാണ് ശരിയായ ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ എ, ബി ശരി എന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് അല്ലേ? ടീച്ചർ എത്ര മണി വരെ ക്ലാസ്? 8 മണി വരെ. അതിന്റെ ഉള്ളിൽ തീർക്കാം കേട്ടോ. ഓക്കെ, 7 മണിക്കല്ലേ നമ്മൾ തുടങ്ങിയത്? 8 മണി വരെ. ഓക്കെ, അതുവരെ ക്ഷമിക്കൂ കേട്ടോ. വേഗം തീർക്കാം കേട്ടോ. അടുത്തത് ശക്തമായ മഴയുള്ള സമയത്ത് വാഹനങ്ങളിൽ ഗ്ലാസിന്റെ ഉൾഭാഗത്ത് വെള്ളത്തുള്ളികൾ ഉണ്ടാകാനുള്ള കാരണം.
അത് ആവിയാണ് ടീച്ചറെ. ആവിയാണ് അല്ലെ? അപ്പൊ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വായുവിലെ ജലകണികകൾ തടുത്ത് ഒരു മിനിറ്റ്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന് വ്യാപന സ്വഭാവമുണ്ട്. വായുവിൽ ജലകണികകൾ അടങ്ങിയിട്ടുണ്ട്. വായു വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിലേത് ഓപ്ഷനാണ്? വായുവിൽ ജലകണികകൾ ജലകണികകൾ ഉള്ളത് കൊണ്ടാണ് എന്താണ് അവ വാഹനത്തിനുള്ളിലെ കണികൾ കാണാനായിട്ട് ജലകണികൾ ഉള്ളതുകൊണ്ടാണ്. വായുവിൽ ജലമുണ്ട്. വായുവിൽ ജലമുണ്ട്. ഇനി ടീച്ചർ പറയട്ടെ കേട്ടോ. ഇനി ടീച്ചർ പറയട്ടെ. കുഞ്ഞുമക്കൾ ഫസ്റ്റ് പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ കേട്ടോ. ദിയ അടുത്ത ചോദ്യമാണ് കേട്ടോ. ദിയ വെള്ളം തിളപ്പിച്ച് കിട്ടിയ നീരാവി ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കി മാറ്റി. ജലം ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? അവയുടെ ശരിയായ ക്രമം ഏതാണ് എന്ന് എഴുതുക. താഴെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. ഖരം, ദ്രാവകം, വാതകം. ദ്രാവകം, വാതകം, ഖരം. അടുത്തത് ദ്രാവകം, ഖരം, വാതകം. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക? പറയോ ആദ്യം തൊട്ട് പറയോ? ദിയ വെള്ളം തിളപ്പിച്ച് കിട്ടിയ നീരാവി ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കി മാറ്റി. ജലം ഏതൊക്കെ മക്കളെ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ജലം ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? ഇനിയിപ്പോ ആ മോളത്ത് ഇത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ദ്രാവകം, ഖരം. ഖരം അതിനൊരു വാതകം അല്ലെ? മൂന്നവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഖരാവസ്ഥയിലുള്ളത് ഏതാണ്? ഖരാവസ്ഥയിലുള്ളത് ദ്രാവകാവസ്ഥയിലുള്ളത് ജലം. വാതകാവസ്ഥയിലുള്ളത് നീരാവി. മറ്റൊരവസ്ഥ കൂടി ഉണ്ടല്ലോ. മറ്റൊരവസ്ഥ ഏതാണ്? അല്ലെ? അടുത്ത ചോദ്യം. സൗരയൂഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ശരിയല്ലാത്തവ കണ്ടെത്തുക കേട്ടോ. സൗരയൂഥവുമായി ബന്ധപ്പെട്ട് സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവനകൾ വായിച്ച് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത്, സൂര്യന് 9 ഗ്രഹങ്ങളുണ്ട്. ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. ഭൂമി സൂര്യന് ചുറ്റും നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതിന് ഭ്രമണം എന്ന് പറയുന്നു. ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. ശരിയല്ലാത്തവ എന്താണ്? പറയാം. ഭ്രമണം, റെവല്യൂഷൻ ആൻഡ് റെവല്യൂഷൻ ട്ടോ. സ്വയം ഡി ഓപ്ഷൻ ഒന്ന് പറഞ്ഞുതരോ? ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. നോക്കൂ ടീച്ചർ പറഞ്ഞുതരാം. റൊട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭ്രമണം, റെവല്യൂഷൻ എന്ന് വെച്ചാൽ പരിക്രമണം. ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മൂലം, ഡേ ആൻഡ് നൈറ്റ് occurs due to rotation. അതാണ് നാലാമത്തെ ഓപ്ഷൻ. ഓക്കെ. ഭൂമി സൂര്യന് ചുറ്റും നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതിന് ഭ്രമണം എന്ന് പറയുന്നു. ഏർത്ത് സണ്ണിനെ എന്താ പറയാ, ഒരു ഡെഫിനിറ്റ് പാത്തിലൂടെ കറങ്ങി വരുന്നതിനെ നമ്മള്
റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. അതാണോ ശരി? ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. നിക്ക്, മലയാളത്തിലെ ടീച്ചർ പറഞ്ഞു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ കുഞ്ഞുമണികളെ. എന്താ ക്ഷമ ഇല്ല അല്ലെ? സൂര്യന് 9 ഗ്രഹങ്ങളുണ്ട്. 9 പ്ലാനറ്റ്സ് ആണുള്ളത്. 9 പ്ലാനറ്റ്സ് ഉണ്ട്. 9 ഗ്രഹങ്ങളുണ്ട് സൗരയൂഥത്തില്. ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. ഏർത്തിലാണ് എന്താണ് ലൈഫിന്റെ ഇത് കാണുന്നത്. ജീവൻ ലിവിങ് ഓർഗാനിസംസ് ഉള്ളത് എന്താ പറയാ ഏർത്തിലാണ്. ഭൂമി സൂര്യന് ചുറ്റും നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതിന് ഭ്രമണം എന്ന് പറയുന്നു. ഏർത്ത് സൂര്യന്, അതായത് സണ്ണിനെ ഒരു ഡെഫിനിറ്റ് പാത്തിലൂടെ ഡെഫിനിറ്റ് പാത്തിലൂടെ സഞ്ചരിച്ചു വരുന്നതിനെ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നു. ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. റൊട്ടേഷൻ കാരണമാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്. ഇതില് പ്രസ്താവനകൾ വായിച്ചു ടീച്ചർ. ഇതിൽ ശരിയല്ലാത്തവ ഏതാണ് എന്ന് പറയണം. ടീച്ചർ പറയുന്നത് കേട്ടോ മക്കളെ, 1 3 ആണ് കേട്ടോ. 1 3. കാരണം ഒന്നാമത്തെ എന്താണ്, 9 ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. 9 പ്ലാനറ്റ്സ് ഉണ്ടോ നമ്മുടെ സോളാർ സിസ്റ്റത്തില്? ആണുള്ളത് അല്ലെ? 8 പ്ലാനറ്റിനാണ്. അടുത്തത് ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. ഭൂമിയിലാണ് ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പൊ അത് ശരിയായ ഓപ്ഷനാണ്. അടുത്തത് ഭൂമി സൂര്യന് ചുറ്റും നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്നല്ല പറയുക. എന്താണ് പറയുക? റെവല്യൂഷൻ എന്നാണ് പറയുക. പരിക്രമണം എന്നാണ് പറയുക. പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്നാണ് പറയുക. ഓക്കെ. അടുത്തത് ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. അതെ, റൊട്ടേഷൻ കാരണമാണ് എന്താ ഡേ ആൻഡ് നൈറ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് 1 3 ഓപ്ഷൻ തെറ്റാണ്. 2 4 ശരിയായ ഉത്തരം. വെരി ഗുഡ്. അതിന് ടീച്ചർ പറയുന്നതൊന്ന് കേൾക്കാനുള്ള ക്ഷമയും കൂടി ഇല്ല ആർക്കും. അതാണ് കുഴപ്പേ. എനിക്ക് തന്നെ കിട്ടി. ശരി, ഓക്കെ. അടുത്ത ചോദ്യം. നമ്മള് ഇനി ആകാശ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ഒരു നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ. സ്റ്റെല്ലേറിയം, സൊമാറ്റോ, പിക്സാർട്ട്, സാറ്റവിക് മൂവ്മെന്റ്. നമ്മുടെ ആകാശ വിസ്മയങ്ങള് അല്ലെങ്കിൽ ആകാശ കാഴ്ചകൾ, ആകാശത്തുള്ള പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലൂടെ കാണാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സ്റ്റെല്ലേറിയം. കേട്ടു ടീച്ചറേ, കേട്ടു. ഓക്കെ. ഇനി അടുത്തത് ഏതാ പറയാ, പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? പക്ഷിയുടെ ഹരിതശ്വാസവർഷം എന്ന് വിശേഷിക്കുന്ന പക്ഷി സങ്കേതം. മക്കളെ ഒരു മിനിറ്റ്, ടീച്ചർ ഒരു കാര്യം പറയട്ടെ. ഇതൊക്കെ നമ്മള് പ്രധാനപ്പെട്ട ഒരു പാഠാണ്. ഏതൊക്കെയെന്നറിയോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതായത് 2ാമത്തെ പാഠം EVS-ല്. അതേപോലെ ബേർഡ്സിന്റെ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പിന്നെ കേരളത്തിന്റെ പാഠം. ഈ 3 പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് GK ക്വസ്റ്റ്യൻസും ഒരുപാട് ഉണ്ടാവും. അതേപോലെ തന്നെ EVS-ലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ നല്ലോണം റിവൈസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ലെസൺസ് ആണ്. ഓക്കെ. അതൊരിക്കലും വിട്ടുപോകരുത് കേട്ടോ.
ഓരോ ചെറിയ ചോദ്യമാണെന്ന് തോന്നി നമ്മൾ വിട്ടു കളഞ്ഞാലും അതായിരിക്കും ചിലപ്പോ വരിക. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്ന പക്ഷി സങ്കേതം മംഗളവനാണ്. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം കുമരകം. കുമരകം. ഓക്കെ. പിന്നെ നമ്മുടെ വയനാട് ജില്ലയിലുള്ള മറ്റൊരു പക്ഷി സങ്കേതം ദേശീയ പക്ഷി നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഇനി കുമരകല്ല കേട്ടോ, ചൂലന്നൂരാണ് കേട്ടോ. ചൂലന്നൂരാണ് ഏകമയ സംരക്ഷണ കേന്ദ്രം കേട്ടോ. ഒരു പക്ഷി തന്റെ ഈ ചോദ്യം കേൾക്കൂ. ഒരു പക്ഷി മൃദുവായ പുല്ലുപയോഗിച്ച് കപ്പാകൃതിയിൽ കൂട് നിർമ്മിച്ചതായി ഒരു പക്ഷി നിരീക്ഷകൻ കണ്ടെത്തി. ഇത് ഏതു പക്ഷിയാകാനാണ് സാധ്യത? താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തേൻകിളി, കഴുകൻ, മൂങ്ങ, തത്ത. തേൻകുരുവി, തേൻകുരുവി, കഴുകൻ. ഒരു പക്ഷി മൃദുവായ പുല്ല് ഉപയോഗിച്ച് ചോദ്യം ഒന്നും കൂടി പറയട്ടെ. അപ്പൊ എന്നാ സംസാരിക്കാതിരിക്കണം. ഒരു പക്ഷി മൃദുവായ പുല്ല് ഉപയോഗിച്ച് കപ്പിന്റെ ആകൃതിയിൽ കൂട് നിർമ്മിച്ചതായിട്ട് ഒരു പക്ഷി നിരീക്ഷകൻ കണ്ടെത്തി. ഇത് ഏത് പക്ഷിയാകാനാണ് സാധ്യത? അപ്പൊ നമുക്കറിയാം മൂങ്ങയുടെ കൂടുണ്ടാക്കാൻ കഴുകൻ എവിടെയാണ് നമുക്കറിയാം. തേൻകിളി. ഓക്കെ, തേൻകുരുവി. ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കൂട്ടോ. താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. മൈക്ക് ഓഫ് ചെയ്യൂ. ടീച്ചർക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരും മ്യൂട്ട് ചെയ്യാനുള്ള ഇതില്ല ടീച്ചർക്ക്. താഴെ പറയുന്നവയിൽ ടീച്ചറെ ബാക്കിയുള്ളവരെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ടീച്ചറെ. താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ഓപ്ഷൻസ് പറയാം. മത്സ്യത്തിന്റെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. മത്സ്യത്തിന്റെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. വനനശീകരണം മൂലം പറയട്ടെ. വനനശീകരണം മൂലം മഴയുടെ അളവിൽ താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ പറയേണ്ടത്. മത്സ്യത്തിന്റെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. വനനശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നു. ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നു. കുന്നിടിക്കൽ ഒരു പ്രകൃതി ദുരന്തമാണ്. ഇത്രയും 4 ഓപ്ഷൻസ് ആണ്. അപ്പോ 4 ഓപ്ഷൻസും ടീച്ചർ വായിച്ചു. ഒന്നും കൂടി വായിക്കാണ്. മത്സ്യത്തിന്റെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. അത് ശരിയോ തെറ്റോ? മത്സ്യം ഉപയോഗിച്ചിട്ടാണ് ചെകിളപ്പൂക്കൾ അഥവാ ഗിൽസ് ഉപയോഗിച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുക. വനനശീകരണം മൂലം മഴയിൽ അളവ് കുറയുന്നു. വനനശീകരണം അതായത് ഡിഫോറസ്റ്റേഷൻ മൂലം റെയിനിന്റെ അളവ് കുറയുന്നുണ്ട് അല്ലെ? ശരിയാണ്. ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നു. അതായത് ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഥവാ മക്കളെ പറയട്ടെ, കുഞ്ഞുമക്കളെ ടീച്ചർ പറയട്ടെ, ബയോട്ടിക് ഫാക്ടേഴ്സ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ജീവനുള്ളവയും ജീവനില്ലാത്തവയും. അടുത്തത് കുന്നിടിക്കൽ ഒരു പ്രകൃതി ദുരന്തമാണ്.
പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം നമുക്കറിയാം. പ്രകൃതി അതായത് ക്വേക്സ് അല്ലെങ്കിൽ ഫ്ലഡ്, അതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങള്. പക്ഷേ കുന്നിടിക്കൽ എന്താണ്? കുന്നിടിക്കൽ നമ്മൾ ചെയ്യുന്ന, അതായത് മനുഷ്യര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ? അപ്പൊ അത് പ്രകൃതി ദുരന്താവോ? അല്ല. അപ്പൊ ഡി ഓപ്ഷനാണ് ശരിയല്ലാത്തത്. ഓക്കെ. മഹാത്മാഗാന്ധിയുടെ കേക്കു മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശാന്തിവനം. ഓപ്ഷൻസ് പറയാം. ശാന്തിവനം, രാജ്ഘട്ട്, ചൈതന്യഭൂമി, ശക്തിസ്ഥാൻ. അപ്പൊ രാജ്ഘട്ട് ആണ് നമുക്കറിയാം. അപ്പൊ ശാന്തിവനോ? ജവഹർലാൽ നെഹ്റു അല്ലെ? ചൈതന്യഭൂമി ചൈതന്യഭൂമി ഡോക്ടർ BR അംബേദ്കർ ആണ്. ശക്തിസ്ഥാൻ ഇന്ദിരാഗാന്ധി. കേട്ടോ. ഓക്കെ. ടീച്ചർ എത്ര മണിക്ക് ക്ലാസ് കഴിയും? 8 മണിക്കാവും കഴിയ. 7 മണി തൊട്ട് 8 മണി വരെ. കേട്ടോ. ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവോ? നാളത്തെ ക്ലാസ്സിന്റെ കാര്യം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂ കേട്ടോ. ടീച്ചേഴ്സ്, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഷെയർ ചെയ്യൂ കേട്ടോ. അടുത്ത ചോദ്യം. ടീച്ചറുടെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? ടീച്ചറുടെ വിഷയം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പറഞ്ഞാൽ മതിയോ? ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു. ബംഗാൾ കടുവ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാലാണ് എന്താ പറയാ ബംഗാൾ കടുവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏത്? ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. തവള മുട്ടയിടുന്ന ജീവിയാണ്. തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലാണ്. മുഴുവൻ പറഞ്ഞു കഴിയട്ടെ കേട്ടോ. തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. തവളയ്ക്ക് ചെവികൂട, അതായത് ചെവി തലയ്ക്ക് പുറത്തേക്കായിട്ട് ചെവിയുടെ ഒരു ഭാഗം ഉണ്ട് എന്നാണ് പറയുന്നത്. ചെവിക്കൂടയുണ്ട്. അതാണ് ചെവിക്കൂട എന്ന് പറഞ്ഞാൽ എന്താന്ന് ഡൗട്ട് വേണ്ട. തലയ്ക്ക് പുറത്തേക്ക് കാണപ്പെടുന്ന ചെവിയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ മനുഷ്യർക്കൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പൊ ഒന്നും കൂടി വായിക്കാം. തവള മുട്ടയിടുന്ന ജീവിയാണ്. തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലാണ്. തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. തവളയ്ക്ക് ചെവിക്കൂടയുണ്ട്. ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഡി ഓപ്ഷൻ. നോക്കൂ. അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ടാവും. താഴെ A4 പറയട്ടെ. A4, B2, 3, C4, 1, D1. ഏതാണ് ഓപ്ഷൻ വരിക? 1, 2, 3. 1, 2, 3. ശരി. തെറ്റിപ്പോയി. ചോദ്യം എന്താ? ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാ? ശരിയല്ലാത്ത പ്രസ്താവന ഡി ആണ് അല്ലേ? ഡി ആണ് അല്ലെ? മുട്ടയിടുന്ന ജീവിയാണോ? തവള മുട്ടയിടും. ഡി ആണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ജീവനില്ലാത്ത ഘടകങ്ങളുടെ കൂട്ടം ഏതാണ്? കേട്ടോ. ജീവനില്ലാത്തവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബയോട്ടിക് ഫാക്ടേഴ്സ് കേട്ടോ. എബയോട്ടിക് നോൺ ലിവിങ് തിങ്സ് കേട്ടോ. ഒന്നാമത്തത് പുല്ല്, വായു, ജലം, കല്ല്. ഒന്നാമത്തത് പുല്ല്, വായു, ജലം. ഉത്തരം അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറഞ്ഞത് കേട്ടോ. പുല്ല്, വായു, ജലം, കല്ല്. രണ്ടാമത്തെ ബി, മരം, മണ്ണ്,
പാറ, ജലം. മരം, മണ്ണ്, പാറ, ജലം. സി, ഇല, മണ്ണിര, വായു, വള്ളിച്ചെടി. ഡി, പറയോ? ഇല. സി ഓപ്ഷനില് ഇല, മണ്ണിര, വായു, വള്ളിച്ചെടി. അടുത്തത് ഡി, സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു. ഏതാ ഓപ്ഷൻ വരിക? ഡി. ഡി ഓപ്ഷൻ. ഡി. ഡി എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അബയോട്ടിക് ഫാക്ടേഴ്സ് ടീച്ചർ ആദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? മേശ, കസേര, അല്ലെങ്കിൽ അല്ലെ ബെഞ്ച്, ഡെസ്ക്, സ്ലേറ്റ്, ബോർഡ് എന്നൊക്കെ പറയും അല്ലേ? പക്ഷെ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ അബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ നോൺ ലിവിങ് തിങ്സ് നമ്മൾ ചോദിച്ചാൽ ആദ്യം എന്താ പറയേണ്ടത്? സൂര്യപ്രകാശം, ജലം, മണ്ണ്, ബേസിക് ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സ് ഇതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കോ. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെ നൃത്ത രൂപമാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ഭാരതീയ പ്രവാസി ദിനം. ആന്ധ്രാപ്രദേശ്. ഭാരതീയ പ്രവാസി ദിനം. ഓക്കെ. ആന്ധ്രാപ്രദേശ് ശരിയാണ്, ആന്ധ്രാപ്രദേശ് കേട്ടോ. ജനുവരി ഭാരതീയ പ്രവാസി ദിനം എന്നാണ്? ഭാരതീയ പ്രവാസി ജനുവരി 9. ഓക്കെ. ജനുവരി 9. ഓക്കെ ശരി. പച്ച, കത്തി, താടി, മിനുക്ക് ഏത് കലാരൂപവുമായി മക്കളെ ഒരു കാര്യം പറയട്ടെ, കഴിയാറായി കേട്ടോ. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒരുവിധം നമ്മള് എന്താ പറയാ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുറച്ചും കൂടിയേ ഉള്ളൂ, കുറച്ചു നേരം കൂടി ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ടീച്ചർക്ക് എന്താ പറയാ, നിങ്ങൾക്ക് കാര്യം എത്തിക്കാൻ ടീച്ചർക്ക് പ്രയാസാവും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് താഴെ പറയുന്ന സൂചനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഒരു അനുഷ്ഠാന കലാരൂപമാണ്, പ്രധാനമായും ഉത്തര കേരളത്തിൽ കാണപ്പെടുന്നു. ചെണ്ടയാണ് പ്രധാന വാദ്യം. ഏതാണ്? തെയ്യം. കലാരൂപത്തെ തിരിച്ചറിയുക. ഏത് കലാരൂപമാണ് എന്ന് തിരിച്ചറിയുക. നർമ്മം കലർന്ന സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നു. സാമൂഹിക അനാചാരങ്ങളെയും അനീതിയെയും വിമർശിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഏതാണ് വരിക?
ഓക്കെ. എന്താ പറയാ, അടുത്തത് താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് പക്ഷിയെ തിരിച്ചറിയുക. ചെറിയ കുഴൽ രൂപത്തിലുള്ള നീളമേറിയ വളഞ്ഞ ചുണ്ട്, പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ ചുണ്ട്, വായുവിൽ നിൽക്കുന്നതിന് ചിറകടിച്ചു നിൽക്കുന്നതിന് സഹായിക്കുന്ന ഓക്കെ. ഏകദേശം ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഏത് തരത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. ഇനി അവസാനത്തെ മാപ്പ് ഉണ്ടായിരിക്കും മക്കളെ. നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ടീച്ചർമാരെ എടുത്തോണ്ടിരിക്കുന്ന പാടായിരിക്കും അത് ചിലപ്പോ സ്കൂളുകളില്. അപ്പൊ മാപ്പ് കൊടുക്കും. ഓരോ എന്താ പറയാ ഡയറക്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് പോകേണ്ടത്, ഏത് സ്ഥലത്താണ്, വീടായിരിക്കാം, ചിലപ്പോൾ കുളമായിരിക്കാം, അല്ലെങ്കിൽ കിണറായിരിക്കാം, സ്കൂളായിരിക്കാം, എങ്ങനെയാണെന്ന് അറിയില്ല. ആ ചോദ്യം, അതിൽ നിന്ന് ഒരു ചോദ്യം പ്രധാനമായിട്ട് ഉണ്ടായിരിക്കും. അതായത് സൂചിക അല്ലെങ്കിൽ സൂചിക ഏതാണെന്ന് കണ്ടെത്താനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. ഡയറക്ഷൻസ് നോക്കുന്നത്, അതായത് ദിക്കുകള് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കണം. അതിന് എല്ലാ കൊല്ലവും ചോദ്യം ഉണ്ടാവാറുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അതെന്തായാലും പഠിക്കണം. അതേപോലെ തന്നെ എക്സ്പെരിമെന്റിന്റെ പാഠത്തില് എക്സ്പെരിമെന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെട്ട എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഏതെങ്കിലും കുറച്ച് എന്താ പറയാ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള വസ്തുക്കൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ആ പരീക്ഷണത്തിന്റെ തത്വം എന്താണ്, ഒരു തത്വം കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ തത്വത്തിനെ ബേസ് ചെയ്തിട്ട് എന്താ പറയാ ഒരു പരീക്ഷണം തയ്യാറാക്കാൻ പറയും നിങ്ങളോട്. അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് എത്തിച്ചേരുന്ന തത്വം എന്താണ് എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ വരാൻ നല്ല സാധ്യത ഉള്ളതാണ്. അപ്പൊ അതെന്തായാലും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. അപ്പം ഒരുവിധം പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ടീച്ചറെ